നിങ്ങൾ ആദ്യമേ ദൈവത്തെ ധരിപ്പിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ, ഞാൻ എപ്പോഴും പറയും കവനൻ്റ് ഈസ് എൻ ഇൻ്റലിജൻ്റ് അഫെയർ എന്ന് പറയും. എന്നുവെച്ചാൽ എന്താ വെച്ചാൽ ബുദ്ധിപരമായൊരു നടപടിയാണ്. നിങ്ങൾ ദൈവത്തെ ധരിപ്പിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിതൊരു മിനിമം പരിപാടിയല്ല. ഉടമ്പടി എന്നെ സംബന്ധിച്ചിടത്തോളം IELTS പാസ്സാകാനുള്ള ഒരു മിനിമം പരിപാടിയല്ല, വസ്തു വിൽക്കാൻ വേണ്ടിയുള്ള ഒരു മിനിമം പരിപാടിയല്ല, കല്യാണം ഒത്തുവരാൻ വേണ്ടിയുള്ള ചെറിയൊരു നടപടിക്രമമല്ല. എനിക്ക് ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടിയുള്ള ബൃഹത്തായ ഒരു പരിപാടിയാണിതെന്ന് നിങ്ങൾ ദൈവത്തെ ധരിപ്പിക്കണം. പിടികിട്ടിയ? ഇത് ഭയങ്കര ബുദ്ധിപരമായിട്ട് ഇടപെടേണ്ട കാര്യം, ആദ്യമേ ചെയ്യേണ്ട കാര്യമാണ്. പലർക്കും ഇതിനെക്കുറിച്ച് അറിയത്തില്ല. ആദ്യമേ തന്നെ ദൈവത്തെ ധരിപ്പിക്കേണ്ട, കർത്താവേ, എൻ്റെ ഈ പരീക്ഷ കൊണ്ട് തീരണമല്ല നമ്മമ്മലുള്ള ജീവിതം, എൻ്റെ ഈ കാനഡയിൽ പോക്കുകൊണ്ട് തീരണതല്ല നമ്മമ്മലുള്ള ജീവിതം. ഞാൻ എവിടെ പോയാലും, ചില ആൾക്കാർ പറയത്തില്ലേ മരണം വരെ ഞാൻ ഉടമ്പടി ജീവിതം ജീവിക്കുമെന്ന്. ഇന്നിപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി ഉടമ്പടി ഒരു പ്രാർത്ഥനയല്ല, അതൊരു ജീവിത രീതിയാണെന്ന് മനസ്സിലായി. ജീവിത രീതി എന്നാണ് പറയണത്. ഉടമ്പടി ഒരു ജീവിത രീതി, സുവിശേഷവിഹിതമായ സാക്ഷി ജീവിതമാണ്, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ജീവിക്കാൻ വേണ്ടി. അപ്പോൾ അതാണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയണത്. ഈ സെൽഫ് ഇൻട്രൊഡക്ഷൻ, നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ കറക്റ്റായിരിക്കണം. എൻ്റെ വിഷയം ഇതാ, ഞാൻ ഇത് കഴിഞ്ഞാലും അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കും എന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വിഷയം കുറച്ച് തീരും. കാര്യം എന്താ വെച്ചാൽ, നീ ജീവിക്കുമെന്ന് പറഞ്ഞാൽ മതി. കാര്യം ദൈവത്തിന് അറിയാം നീ ജീവിക്കുക ഇല്ലേ എന്നുള്ളത്. അത് ദൈവത്തിന് അറിയാമല്ലോ. ദൈവത്തിൻ്റെ അടുത്ത് ഉടായ്പൊന്നും നടക്കത്തില്ല. നീ ജീവിക്കുമോ ഇല്ലേ എന്നുള്ളത് ദൈവത്തിനറിയാം. അപ്പം അതുകൊണ്ട് തന്നെ നീ സത്യസന്ധമായാണ് പറയണമെന്നുണ്ടെങ്കിൽ, ഞാൻ കർത്താവിന് വേണ്ടി എൻ്റെ ഈ പ്രശ്നങ്ങളും പരീക്ഷാ സമയം കഴിഞ്ഞാൽ ഈ സമയത്ത് ഞാനൊന്ന് ഹെൽപ്പ് ചെയ്യണം. ഞാനിപ്പോൾ ഇത്രയും എക്വിപ്ഡ് അല്ല, ഈ വിഷയം അതിജീവിക്കാൻ ഞാൻ അത്രയും കരുത്തില്ല. ഇപ്പം നീ എന്നെ സഹായിക്കണം. പക്ഷെ ഞാൻ മരണം വരെ ഞാൻ നിൻ്റെ കൂടെ നിൽക്കും നീ എന്ന് പറഞ്ഞു.